റീസെൻ്റ്ലി IBM കമ്പനി 2000 കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സിൽ ഒരു സർവേ നടത്തി. ചോദ്യം സ്ട്രൈറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിളായിരുന്നു. 2030 നിങ്ങളുടെ കമ്പനിയുടെ റവന്യൂവിൽ AI ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ട് വഹിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. 79% ആൾക്കാരും യെസ് എന്ന് പറഞ്ഞു. ബട്ട് ദെൻ ഇതിനൊരു ഫോളോ അപ്പ് ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിന് ജസ്റ്റ് 24% മാത്രമേ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും AIയിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ബഗ്ഗാണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവില്ലേ. എക്സാക്ട്ലി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ബഗ്ഗല്ല, ഒരു ഫീച്ചറാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് ശരിക്കും പറഞ്ഞാൽ ഇതിന് മുൻപ് ലോകം കണ്ടിട്ടുള്ളത് ഇലക്ട്രിസിറ്റിയുടെ വരവോട് കൂടിയിട്ട് 125 കൊല്ലം മുൻപേ ഒരു സ്റ്റീം എഞ്ചിൻ ഇലക്ട്രിസിറ്റിയിലേക്കൊക്കെയുള്ള ഒരു ഷിഫ്റ്റിൻ്റെ കാലത്തും സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കാര്യമായിട്ട് മുൻപോട്ട് പോകും. മനസ്സിലാക്കാത്ത ആൾക്കാർ 125 കൊല്ലം മുൻപ് സംഭവിച്ച പോലെ ഡിസപ്പിയർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ പ്രധാന ഉള്ളടക്കം. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പെട്ടെന്ന് പറയാം. കഴിഞ്ഞ വർഷത്തേതുപോലെ ഈ വർഷവും ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ചൈനയിൽ കാൻറ്റൺ ഫെയർ കാണാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ഏപ്രിലിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റിലൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്തായിരുന്നു ഈ 125 കൊല്ലങ്ങൾക്ക് മുൻപ് സംഭവിച്ച മിസ്റ്റേക്ക് എന്നറിയണ്ടേ? ശരിക്കും നമ്മൾ ആ കാലത്തെക്കുറിച്ചൊന്ന് ഇമാജിൻ ചെയ്യുക. 1880കളിൽ ആ കാലത്ത് വൈദ്യുതിയൊക്കെ കൂടുതൽ പ്രചാരത്തിലാവുന്നത്. തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു. അന്ന് ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇനി ഇലക്ട്രിക് പവറാണ് ലോകത്തെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഫാക്ടറി ഓണേഴ്സും സ്റ്റീം എഞ്ചിനൊക്കെ മാറ്റിയിട്ട് ഇലക്ട്രിക് പവറിലേക്ക് അവരുടെ ഫാക്ടറി മൂവ് ചെയ്യുക എന്നുള്ള അതൊക്കെ ഒരു ഗോളാക്കി വെക്കാൻ തുടങ്ങി. ഇന്നത്തെ AI ഹൈപ്പിന് സമാനമായിട്ടുള്ളൊരു പീരീഡ്. ആ പീരീഡ് നല്ല രസമാണ്. എന്താ വെച്ചാൽ UK ആയിരുന്നു ആക്ച്വലി 19ാം നൂറ്റാണ്ടിൽ ഒരു മേജർ ഫാക്ടറി പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സ്ഥാനം അമേരിക്ക തട്ടിയെടുക്കുന്ന ഒരു പീരീഡൊക്കെയാണ്. റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നുണ്ട്. ബട്ട് ദെൻ ഏകദേശം 2 ഡെക്കേഡ്സ് കഴിഞ്ഞിട്ടും 20 കൊല്ലം കഴിഞ്ഞിട്ടും ജസ്റ്റ് 5% ഫാക്ടറികൾ മാത്രമാണത്രേ ഇലക്ട്രിക് പവറിലേക്ക് അന്നത്തെ കാലത്ത് മാറി ഒരു പ്രൊഡക്ടിവിറ്റി ഗെയിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ ആക്ച്വലി വളരെ സിമ്പിളായിരുന്നു. എന്താ വെച്ചാൽ ഈ സ്റ്റീം എഞ്ചിന് വേണ്ടിയിട്ടുള്ള ലേഔട്ടുകളായിരുന്നു അന്നത്തെ കാലത്ത് ഫാക്ടറികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വലിയ സ്റ്റീം എഞ്ചിൻ ഉണ്ടാകും, അതിനെ സറൗണ്ട് ചെയ്തിട്ടായിരുന്നു ഒരു ഫാക്ടറി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വലിയ ഫാക്ടറി ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സ്റ്റീം എഞ്ചിൻ ഉണ്ടാവും. അതല്ല ചെറിയ ഫാക്ടറികളാണ് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടറികൾ ഒരു സ്റ്റീം എഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്റ്റീം എഞ്ചിൻ ശരിക്കും ഭയങ്കര ഒരു സോഴ്സ് ഓഫ് പവറാണ്. അപ്പോൾ നല്ല പവർ കൺസംഷൻ ആവശ്യമുള്ള മെഷീനുകളാണെങ്കിൽ അത് ഈ സ്റ്റീം എഞ്ചിനോട് വളരെ ചേർന്ന് നിൽക്കും. പവർ കൺസംഷൻ കുറവുള്ള മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇതിന്ന് വളരെ ദൂരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സ്റ്റീം എഞ്ചിനിൽ നിന്ന് പവർ കൊണ്ടുപോകുന്ന റൊട്ടേറ്റിംഗ് ഷാഫ്റ്റുകളും ബെൽറ്റുകളും മറ്റുമൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ ഫാക്ടറി ലേഔട്ടിൻ്റെ ഒരു പ്രധാന രൂപം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഇലക്ട്രിസിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് സ്റ്റീം എഞ്ചിൻ മാറ്റിയിട്ട് ഇലക്ട്രിക് മോട്ടോർ വെച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ ആകെയുള്ള വിപ്ലവം. എന്തുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഗെയിനൊന്നും ഒരു ഫാക്ടറി ഓണർക്കും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ശരിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കുറച്ച് കാലം കൂടെ കഴിഞ്ഞായിരുന്നു വന്നത്. അതും ഒരു സിമ്പിൾ റിയലൈസേഷൻ. ഇലക്ട്രിക് മോട്ടോറുകൾ വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചെറുതാക്കാനും ചീപ്പാക്കാനൊക്കെ പറ്റും. അതായത് ഒരു വലിയ സ്റ്റീം എഞ്ചിൻ പോലെ മുൻപ് നമ്മൾ പറഞ്ഞല്ലോ ഫാക്ടറിയുടെ ലേഔട്ട് സ്റ്റീം എഞ്ചിൻ എന്നുള്ള ദൂരത്തിലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം പിന്നീട് ഇല്ലാതാവുകയാണ്. ഓരോ മെഷീനും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ചെറിയ മെഷീനുകളൊക്കെ ആവാൻ പറ്റും. ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു സെൻട്രൽ പവർ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാക്ടറികളെ ലേഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, റോ മെറ്റീരിയൽ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്യുന്നു, പിന്നീട് അതിനാവശ്യമായിട്ടുള്ള പ്രക്രിയകളൊക്കെ അതിൻ്റെ മേലെ ചെയ്തിട്ട് ആ സീക്വൻഷ്യലായിട്ട് ആ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് ഫൈനലി പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ലൈൻ പോലെയുള്ള കൺസെപ്റ്റൊക്കെ നടത്താം, അഥവാ അസംബ്ലി ലൈൻ പോലെയുള്ള ആശയങ്ങളൊക്കെ നടത്താം. ഇത് ആക്ച്വലി മനസ്സിലാക്കി ഫാക്ടറികളെ ഇങ്ങനെ റീഓറിയൻറ്റ് ചെയ്യാം എന്നുള്ള ആശയം കൊണ്ടുവന്നത് ഹെൻറി ഫോർഡ് ആയിരുന്നു. അദ്ദേഹമാണ് അസംബ്ലി ലൈൻ എന്നുള്ള ആശയത്തിന് മുൻപിട്ട് വന്നതും പിന്നീട് മാസ് പ്രൊഡക്ഷൻ വിപ്ലവം തുടങ്ങിയതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനെല്ലാം കാരണമായത് ഇലക്ട്രിക് മോട്ടോറുകളാണ്. ബട്ട് ദെൻ എന്തായിരുന്നു അന്നത്തെ ഗ്യാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ടെക്നോളജിയുടെ ഗ്യാപ്പ് ആയിരുന്നില്ല. പകരം ഈ ടെക്നോളജികളൊക്കെ ഇലക്ട്രിക് മോട്ടോറുകൾ ചെറുതായിട്ട് നിർമ്മിക്കാൻ പറ്റുന്നു എന്നൊക്കെ 1890കളിലൊക്കെ ആ ടെക്നോളജി വന്നിട്ടുണ്ട്. പക്ഷേ ഈ മാസ് പ്രൊഡക്ഷനും അസംബ്ലി ലൈൻ ആശയമൊക്കെ കുറച്ചും കൂടെ യൂണിവേഴ്സലായി വരുന്നത് 1920കളിലൊക്കെയാണ്. അപ്പോൾ 10-30 കൊല്ലത്തെ ലാഗ് വന്നില്ല. ആ ലാഗ് ആക്ച്വലി ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ് ലെയറിലുണ്ടായിരുന്ന ലാഗായിരുന്നു. അഥവാ ഫാക്ടറികളുടെ ലേഔട്ട് മാറ്റേണ്ടി വരും ഇലക്ട്രിക് മോട്ടോറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് ആ പഴയ സെൻട്രൽ എഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലേഔട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ പുതിയ ബിൽഡിങ്ങുകൾ വേണം. ഇതൊക്കെ മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് സ്ട്രക്ചറും എംപ്ലോയി ബിഹേവിയറും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. എംപ്ലോയികളെ റീട്രെയിൻ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ ഓപ്പറേഷണൽ സ്റ്റൈലൊക്കെ മാറിയില്ലേ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പല കമ്പനികളും ഇങ്ങനെ മടിച്ചു നിന്നു. അഥവാ ടെക്നോളജി ആയിരുന്നില്ല ലിമിറ്റേഷൻ, മാനേജ്മെൻറ്റ് ലെയർ ആയിരുന്നു ആക്ച്വൽ ലിമിറ്റേഷൻ. അങ്ങനെ ചില കമ്പനികളൊക്കെ ഈ മാറ്റത്തെ കറക്റ്റായിട്ടുള്ള ക്ലിയർ പ്രൊജക്ഷനോ ROI ഒന്നും മനസ്സിലാക്കാത്ത കാരണം അവരിങ്ങനെ നോക്കി നിന്നു. കുറച്ചും കൂടെ ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ചില കമ്പനികൾ എൻറ്റയർ പ്രോസസ്സിനെ റീറൈറ്റ് ചെയ്തു. നേരത്തെ ഹെൻറി ഫോർഡ് ചെയ്തു എന്ന് പറയുന്ന പോലെ അവരായിരുന്നു പിന്നീടുള്ള ലോകം നിയന്ത്രിച്ചത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മതി. അപ്പോൾ ഇതിലെന്തെങ്കിലും ലെസൺസ് ഉണ്ടോ എന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കും. ഇനി നമുക്ക് AI കാര്യത്തിലേക്ക് തിരിച്ചു വരാം. എല്ലാ പ്രധാനപ്പെട്ട റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജികളും 2 ഫേസിലൂടെ കടന്നു പോകും എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെ ഫേസ് എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ്മെൻറ്റ് ഫേസാണ്. ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിന് കുറച്ചും കൂടെ വേഗത്തിലോ ചീപ്പായിട്ടോ ഒരു 1-to-1 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെ ആദ്യ ഘട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സ്റ്റീം എഞ്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് അന്നത്തെ അതേ വർക്ക് ഫ്ലോയിൽ ഇലക്ട്രിക് മോട്ടറുകൾ വന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ പോലെയുള്ള മാറ്റങ്ങളിലൂടെ കടന്നുപോയി. AI കാര്യത്തിൽ നമ്മൾ നോക്കൂ, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഫ്ലോസിലേക്കാണ് നമ്മൾ AI ഉപയോഗിക്കുന്നത്. അപ്പോൾ കസ്റ്റമറുമായിട്ട് നേരിട്ട് ഒരു ഹ്യൂമൻ ചാറ്റ് ചെയ്തിരുന്നതിന് പകരം ചാറ്റ് ബോട്ടുകൾ വന്നു. മെയിലുകൾക്ക് റിപ്ലൈ അയക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഹ്യൂമൻ ചെയ്തിരുന്നതിന് പകരം ഇന്ന് AI ചെയ്യുന്നു. അല്ലെങ്കിൽ കോഡ് ഹ്യൂമൻ എഴുതുന്നതിന് പകരം ഇന്ന് AI എഴുതുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നതിന് റീപ്ലേസ്മെൻറ്റ് ലെവലിലാണ് AI ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വേഗത്തിലായിട്ടുണ്ടാവും. ബട്ട് ദെൻ അതിനെ ഒരു പ്രോപ്പർ റെവല്യൂഷണറി എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകും. പല കമ്പനികളും അവർ AI മേലെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണോ, അത് ജസ്റ്റിഫൈഡ് ആണോ, കാര്യമായ റിട്ടേൺ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഈ ഫേസിനെ കമ്പയർ ചെയ്തിട്ടാണ്. ഇനി ഫേസ് 2 എന്ന് പറയുന്നത് റീ ആർക്കിടെക്ചർ ഫേസ് ആണ്. അപ്പോൾ ഇതിന് മുൻപത്തെ ഫേസിൽ ശരിക്കും ഇത് ഉപകാരപ്രദമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്രദമാണ്, അതിൽ സംശയമൊന്നുമില്ല. ബട്ട് ദെൻ ഇത് വിപ്ലവകരമായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ. ബട്ട് ദെൻ റീ ആർക്കിടെക്ചർ ഫേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്ന ഫേസാണ് ആക്ച്വലി ഈ ഫേസ്. അതായത് പുതിയ രീതിയിലേക്ക് AIക്ക് വേണ്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ഇന്നത്തെ ഓപ്പറേഷണൽ മോഡലൊക്കെ റീ ആർക്കിടെക്ചർ ചെയ്യുന്ന ഫേസ്, അഥവാ AIയുടെ അസംബ്ലി ലൈൻ ഉണ്ടാക്കുന്ന ഘട്ടമാണ് ഈ റീ ആർക്കിടെക്ചർ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വൈദ്യുതിക്കോ അല്ലെങ്കിൽ വൈദ്യുതി മോട്ടറിനോ പഴയ സ്റ്റീം എഞ്ചിൻ്റെ മോഡലിൽ ഫാക്ടറി പ്രവർത്തിക്കേണ്ടെന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മോഡലിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരു ഇൻറ്റൻസ് പ്രോസസ്സിലൂടെ കടന്നുപോയി. അതെല്ലാം വരാൻ കുറച്ച് സമയമെല്ലാം എടുത്തു എന്നുണ്ടെങ്കിൽ AIയുടെ കാര്യത്തിൽ ഈ രണ്ടാമത്തെ ഫേസിലേക്ക് മാറുക എന്നുള്ളതായിരിക്കും ഇനി ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വരിക. കാരണം എന്താണ്, ഇതിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഇത്രയും പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഫാക്ടറികൾ ഇലക്ട്രിസിറ്റിക്ക് ചുറ്റും റീഓർഗനൈസ്ഡ് ആയ കാലത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ആ കാലത്ത് ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നു. പ്രൊഡക്ടിവിറ്റി ഇനീഷ്യൽ ടൈമിലൊക്കെ താഴേക്ക് പോയി. ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ പുതിയ വഴികൾ, പുതിയ രീതിയിൽ എംപ്ലോയീസിനെ റീട്രെയിൻ ചെയ്യേണ്ടി വന്നു. മാനേജേഴ്സിന്, അതായത് അതുവരെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് പുതിയ മാനേജ്മെൻറ്റ് സ്റ്റൈലുകൾ ആവശ്യമായിട്ട് വന്നു. ഒരുപാട് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ആ എക്സ്പെർട്ടൈസ് ഒന്നും, ആ സ്കില്ലൊന്നും പുതിയ ഫാക്ടറികൾക്കകത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ശരിക്കും ഇത് പ്രോപ്പറായിട്ട് ടേക്ക് ഓഫ് ആയത്. ഇതേ കാര്യം പിന്നീട് കമ്പ്യൂട്ടറുകളുടെ അഡോപ്ഷൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1970-കളിലും 80-കളിലൊക്കെ കമ്പ്യൂട്ടർ അഡോപ്ഷൻ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കമ്പനികളൊക്കെ കമ്പ്യൂട്ടറിൻ്റെ മേലെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും കമ്പ്യൂട്ടറുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു കാലം 70-കളിലും 80-കളിലൊക്കെ. അപ്പോൾ അന്നത്തെ ഒരു നൊബേൽ വിന്നിങ് എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ള റോബർട്ട് സോളോ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും കമ്പ്യൂട്ടറുകളുണ്ട്, എല്ലാവരും കമ്പ്യൂട്ടറിലേക്ക് മാറുന്നുണ്ട്. ബട്ട് ദെൻ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഗെയിനുകളൊന്നും പ്രൊഡക്ടിവിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണുന്നില്ല. അഥവാ അതിന് കാര്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ഗെയിനൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പിന്നീട് കാണാൻ തുടങ്ങിയത് 90-കളുടെയൊക്കെ അവസാനത്തിൽ അല്ലെങ്കിൽ 90-കളുടെ രണ്ടാം പാതിയിലൊക്കെയാണ്. ഏകദേശം 2 ഡെക്കേഡ്സ് എടുത്തു. അതായത് കമ്പനികൾ കമ്പ്യൂട്ടറുകൾ അഡോപ്റ്റ് ചെയ്ത് പിന്നെയും 20 വർഷത്തോളം എടുത്തിട്ടാണ് ഇതിൻ്റെ റിട്ടേണുകൾ കാണാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി AIയുടെ കാര്യത്തിലേക്ക് വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ത് റെവല്യൂഷണറി ടെക്നോളജി വരികയാണെന്നുണ്ടെങ്കിലും ഇതൊരു ട്രൂലി റെവല്യൂഷണറി എന്ന് നമ്മൾ മനസ്സിലാക്കുകയും പിന്നീട് അത് ആക്ച്വലി അത് ഇംപ്ലിമെൻറ്റഡ് ആവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു മിഡിൽ ഫേസ് ഉണ്ട്. ഈ മിഡിൽ ഫേസിനെ നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടഫായിട്ടുള്ള കാര്യം. അപ്പോൾ പല കമ്പനികളും ഇതിൻ്റെ പഴയ ഫേസ് ആയിരുന്നു നല്ലത് എന്ന് വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഫേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര ഹൈ ആണ്, പക്ഷേ പ്രൊഡക്ടിവിറ്റി ഗെയിൻ ഒന്നും കാണാനില്ല. അപ്പോൾ ചില ആൾക്കാരെങ്കിലും ഈ ആംബിഗിറ്റിയുടെ നടുവിൽ അല്ല ഇതാണ് യഥാർത്ഥ ഡയറക്ഷൻ എന്ന് കരുതി മൂവ് ആവൂലേ, ആ ആൾക്കാരാണ് ഇതിന് മുൻപുള്ള 2 ഫേസിലും പിന്നീട് മുന്നേറിയത് എന്നാണ് ചരിത്രം കാണിക്കുന്നത്. അല്ലാണ്ട് പിറകിലേക്ക് പോയിട്ടുള്ള ആൾക്കാരല്ല. ആക്ച്വൽ ഇതിൻ്റെ ഗെയിൻസ് വരിക ഈ റീ
ആർക്കിടെക്ചർ ഫേസിലാണ്. അഥവാ നിങ്ങൾ കമ്പനികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഫ്ലോകളൊക്കെ മാറ്റിയിട്ട് ഇതിന് മുൻപ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക് ഫ്ലോയിൽ കൊണ്ടുവരികയും ആ പുതിയ മുന്നേറ്റം കൊണ്ടുവരികയും ചെയ്യുക. അതിന് മുൻപ് നിലവിലില്ലാത്ത വർക്ക് ഫ്ലോ കൊണ്ടുവരിക, പ്രോഡക്റ്റ് കൊണ്ടുവരിക, അങ്ങനെ കംപ്ലീറ്റ് പ്രോസസ്സിനെ റീഇമാജിൻ ചെയ്യുന്ന ആൾക്കാർ. ജസ്റ്റ് ലൈക്ക് എങ്ങനെ പറഞ്ഞാൽ ഈ 1905 അല്ലെങ്കിൽ ആ ഒരു പീരീഡ് ആലോചിക്കാം. അന്നത്തെ കാലത്ത് അസംബ്ലി ലൈൻ ഇല്ല. അപ്പോൾ അസംബ്ലി ലൈൻ ആയിരിക്കും ഇതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് ആൾക്കാർക്ക് അറിയുകയും ചെയ്യില്ല. നമ്മൾ ഇനി എത്താൻ പോകുന്ന ഇതിലേക്കാണെന്ന് അറിയില്ല. ബട്ട് ദെൻ ചിലരെങ്കിലും അന്ന് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പുതുമകളെ സ്വീകരിച്ച് അവരുടെ പ്രോസസ്സിനെ ഇങ്ങനെ റീ എഞ്ചിനീയർ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഫാക്ടറികളുടെ ലേ ഔട്ടൊക്കെ ഇങ്ങനെ മാറ്റി പരീക്ഷിച്ച് നോക്കിയില്ലേ. ആ ആൾക്കാരുടെ ഫേസിലേക്ക് ഈ കമ്പനികളോ അല്ലെങ്കിൽ ഈവൻ ഓർഗനൈസേഷൻസ് മാത്രമല്ല, വ്യക്തികളും ആ ഒരു ഫേസിലേക്ക് അവരുടെ ചിന്തകളെ മാറ്റണം. നമ്മൾ AI ടൂളുകൾ ഉപയോഗിക്കാൻ പഠിച്ചു എന്നൊക്കെ പറയുന്നത് ഫേസ് 1 ആണ്. അഥവാ നമ്മൾ AI ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്തു നമ്മുടെ പ്രോസസ്സിലേക്ക്. സ്റ്റീം എഞ്ചിൻ മാറ്റിയിട്ട് ഇലക്ട്രിക് മോട്ടർ കൊണ്ടുവന്നു. ഫേസ് 1 മാത്രമാണത്. എക്സാക്റ്റ് പ്രോസസ്സോ റിസൾട്ടൊക്കെ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണലിൻ്റെ എൻഡിൽ ലൈറ്റ് ഉണ്ട് എന്നുള്ള ഹോപ്പിൽ എൻഡ് പോയിൻ്റ് കാണാതെ എൻഡ് പോയിൻറ്റിലേക്കുള്ള ഒരു ശ്രമം നടത്താം. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് എൻ്റെ പ്രോസസ്സിനെ AI അനുസൃതമായിട്ടുള്ള രീതിയിൽ AIയുടെ യഥാർത്ഥ കപ്പാസിറ്റി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് റീ ഓർഗനൈസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കമ്പനിയൊക്കെ റൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗെയിൻസ് ഒന്നും കാണണമെന്നില്ല. പക്ഷേ ആ പ്രോസസ്സിൽ ഒരു ഹോപ്പ് ഉണ്ടാവുക. കാരണം ഇതിൻ്റെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഒരു ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതെന്ന് മാറിയിട്ട് അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മടുക്കും. കാരണം ഒരു പ്രോപ്പർ ROI കാണണമെന്നില്ല. ഒരു എക്സാക്റ്റ് റെവല്യൂഷണറി ROI, അത് 10x ജമ്പോ മറ്റോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക ഈ റീ ആർക്കിടെക്ചർ ഫേസിലേക്കാണ്. ബട്ട് ദെൻ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈസി ഡെസ്റ്റിനേഷൻ അല്ല. ആ ഡെസ്റ്റിനേഷൻ എല്ലാവർക്കും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശരിക്കും അത് അത്രയും വിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ അവസരം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഹെൻറി ഫോർഡിനെ പോലെ ചിന്തിക്കണം. എന്നിട്ട് അസംബ്ലി ലൈൻ അദ്ദേഹം ഉണ്ടാക്കിയ ആ കാലത്തെ മാസ് റെവല്യൂഷൻ കൊണ്ടുവന്ന കാലത്തെ പോലെ നമ്മൾ ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നത്, സമാനമായിട്ടുള്ള ഒരു ഇന്നോവേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. അവിടെ നമുക്ക് ശരിക്കുള്ള ഒരു റിയൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ AIയുടെ ഗെയിനുകളെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവാം. ഇതിൻ്റെ യഥാർത്ഥ റീസൺ ഇത് ശരിക്കും നമ്മൾ ആ സ്റ്റീം എഞ്ചിൻ്റെ അതിൽ നിന്നും ഇലക്ട്രിസിറ്റിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതേ കാര്യം കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. എവരി റെവല്യൂഷണറി ടെക്നോളജി ഇതേ പാത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വൽ ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രോസസ്സിനെ എങ്ങനെ റീ എഞ്ചിനീയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തുടങ്ങുക. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. എന്താണ് ആക്ച്വലി AI എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. ഇതിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഏജ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് AI എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെയും കൂടെ ലിങ്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ചൈനയിലേക്ക് നമ്മുടെ കൂടെ കാൻഡൻ ഫെയറിൽ ട്രിപ്പിന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റി ആയിട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി ആൾക്കാർ ഒരുപാട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആക്ച്വലി നല്ല ഒരു കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈഫ് ലോങ് കമ്മ്യൂണിറ്റിയാണ് പിന്നീട് അതിൽ നിന്നുണ്ടാവുക. നല്ല നമുക്ക് സമാനമായിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനും അവരുടെ കൂടെ ഒരു 8-10 ദിവസം ഒരുമിച്ച് ചിലവഴിക്കാനും ഞാനെല്ലാം ഉണ്ടാവും. നമ്മൾ ഒരുമിച്ചാണെല്ലാം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക.